പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴ. പലയാവർത്തി കേട്ടിട്ടുള്ള ഒരു ഗാനമായിരിക്കും അല്ലേ? നല്ല മനോഹരമാണ്. പ്രണയമില്ലെങ്കിൽ ഉടലിനോളം കടുപ്പമുള്ള മരമില്ല വേറെ എന്ന ചില നിരീക്ഷണമൊക്കെ ഉണ്ട്. ട്രൂ ലവ് സ്റ്റോറീസ് നെവർ ഹാവ് എൻഡിങ്സ് എന്ന് കുറിച്ച് വെച്ചത് റിച്ചാർഡ് ബായ്ക്ക് എന്ന അമേരിക്കൻ എഴുത്തുകാരനാണ്. ശരിയല്ലേ? യഥാർത്ഥ പ്രണയകഥകൾക്ക് അവസാനമില്ല. രസകരമായൊരു തമാശ ഓർക്കുകയാണ്. മലമുകളിൽ പണിതുയർത്തിയ ഒരു കോളേജ് ധാരാളം ആൺകുട്ടികളും പെൺകുട്ടികളും വന്ന് പഠിക്കുന്നുണ്ട്. ഈ മലയുടെ അടിവാരത്ത് വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു പശുവിനെ വളർത്തിയാണ് ഉപജീവനം കഴിക്കുക. ഇയാളുടെ വരുമാനമാർഗം അത് മാത്രമേ ഉള്ളൂ. ഒരു ദിവസം പുലരിയിൽ പശുവിനെ കറക്കാനായിട്ട് ഇയാൾ തൊഴുത്തിൽ ചെന്നപ്പോൾ ഇയാളുടെ പശു ഇല്ല, കെട്ടഴിച്ച് പോയി പശുവിനെ അന്വേഷിച്ച് ഇയാൾ നടക്കുകയാണ്. രാവിലെ തൊട്ട് ഇയാൾ നടക്കുകയാണ്. അങ്ങനെ അന്വേഷിച്ച് ഇയാൾ കണ്ടെത്തിയില്ല. അവസാനം ഈ കോളേജിന്റെ പരിസരത്തെത്തി. കോളേജിന് മുകളിലുള്ള ഒരു മരച്ചുവട്ടിലെത്തിയപ്പോൾ ഇയാൾ മടുത്തു. ഇയാൾ ആ മരത്തിന്റെ ചുവട്ടിൽ തളർന്നിരിക്കുകയാണ്. ഉച്ചയോടടുത്ത നേരമാണ്. അപ്പോൾ കമിതാക്കളായ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഈ മരത്തിന്റെ മറുപുറത്ത് വന്നിരുന്നു. ഇയാളത് അറിയുന്നില്ല. ഇവരുടെ സംസാരം കേട്ടാണ് ഇയാൾ ശ്രദ്ധിച്ചത്. അപ്പോൾ ആൺകുട്ടി പെൺകുട്ടിയുടെ കണ്ണിൽ നോക്കിയിട്ട് അവളോട് പറയുകയാണ്, അല്ലയോ പ്രിയമുള്ളവളെ, നിന്റെ കണ്ണുകളിൽ ഞാൻ ഈ ലോകം മുഴുവൻ കാണുന്നു. ഇത് കേട്ടുകൊണ്ടിരുന്ന അപ്പുറത്തിരുന്ന വൃത്തനായ മനുഷ്യൻ ഈ ആൺകുട്ടിയെ അടുത്ത് വന്നിട്ട് പറയുക, എൻ്റെ പൊന്നുമക്കളെ, അവിടെയെങ്ങാനും എൻ്റെ പശുവിനെ കണ്ടാവെന്ന് പറയണേ. നമ്മളിൽ പലരും ചിരിക്കുമെങ്കിലും സത്യം അതാണ്. റിയാലിറ്റി വളരെ കുറഞ്ഞൊരു സംഭവമാണ്. ഫാന്റസി മാത്രമേ ഉള്ളൂ. ലവ് ഈസ് നോട്ട് ലവ് വിച്ച് ഓൾട്ടേഴ്സ് വെൻ ഇറ്റ് ഓൾട്ടറേഷൻ ഫൈൻസ് എന്ന് എഴുതിയത് ഷേക്സ്പിയർ. സാഹചര്യം അനുസരിച്ച് മാറി മറിയുന്നതാണെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള പ്രണയമല്ലെന്ന് അദ്ദേഹം കുറിച്ച് വെക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈ പ്രണയത്തിൽ പെട്ടു പോകുമ്പോൾ പ്രാണൻ കൊടുത്തു പോലും പല കുട്ടികളും പ്രണയിക്കുകയാണ്. ജന്മം കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ മറക്കുന്നു. തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറുമ്പരിക്കുമെന്ന് വിചാരിച്ച് കണ്ണേ കരളയെന്ന് വിളിച്ച് എത്രത്തോളം ഓമനിച്ച് വളർത്തിക്കൊണ്ടുവന്ന മക്കള് ചുരുങ്ങിയ നാളത്തെ പരിചയത്തിന്റെ പേരിൽ ആരുടെയെങ്കിലുമൊക്കെ കൈപിടിച്ചിറങ്ങി പോകുമ്പോൾ, ആരുടെയെങ്കിലുമൊക്കെ കൂടെ ജീവിക്കാനായിട്ട് തീരുമാനിക്കുമ്പോൾ അവിടെ വ്രണപ്പെടുന്ന ഒരു ഹൃദയമുള്ള മാതാപിതാക്കളാണ്. അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ ധാരധാര ഒഴുകുമ്പോൾ ആരോടാണ് അവർ പരാതി പറയുക? പ്രണയം മോശമാണെന്നല്ല, പക്ഷേ നിങ്ങളെ പ്രാണൻ തന്ന് പ്രണയിക്കുന്ന മാതാപിതാക്കളെ മറന്നാകരുത് എന്നാണ് ഉദ്ദേശിച്ചത്. പ്രണയിച്ചോളൂ, ബട്ട് ലെറ്റ് യുവർ ഫസ്റ്റ് ലവ് ബി യുവർ പേരൻസ്. നിങ്ങളുടെ ആദ്യ സ്നേഹം, ആദ്യ പ്രണയം നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും.